നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. അനേകം കൽപ്പങ്ങൾ ഇങ്ങനെ കടന്നുപോയിരിക്കുന്നു, എത്രയെന്ന് നമുക്ക് എണ്ണാനാവില്ല. ഇതെല്ലാം നിർവഹിക്കുന്നത് ആ നാരായണൻ്റെ ശക്തി കൊണ്ടാണ്, ചൈതന്യം കൊണ്ടാണ് എന്ന് അറിഞ്ഞുകൊള്ളണം. ഈ കൽപ്പങ്ങളുടെ കാലത്തിൻ്റെ അളവ് ഇതിഹാസ പുരാണങ്ങളെല്ലാം പല പല സന്ദർഭങ്ങളിലായിട്ട് പല പല പ്രകാരത്തിൽ നമ്മെ കേൾപ്പിച്ചിട്ടുണ്ട്. 4 യുഗങ്ങൾ ഏതൊരു ചതുർയുഗത്തിലുമുണ്ട്. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഈ 4 യുഗങ്ങളുടെ കാലം ഇതിഹാസ പുരാണങ്ങൾ വിശദമായിട്ട്, ഈ മഹാഭാരതം ഉൾപ്പെടെയുള്ളവ വിശദമായിട്ട് നമ്മെ കേൾപ്പിക്കും. ഇപ്പോൾ നാം കലിയുഗത്തിലാണ്. 5125 വർഷമാണിത്. കലിയുടെ ആകെയുള്ള കാലഘട്ടം എത്രയെന്നറിയോ? 4,30,000 മനുഷ്യവർഷമാണ്. നമ്മുടെ ദിവസവും നമ്മുടെ ആഴ്ചയും നമ്മുടെ മാസവും നമ്മുടെ വർഷവും നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാം. അങ്ങനെയുള്ള 4,30,000 മനുഷ്യവർഷമാണ് കലിയുഗത്തിൻ്റെ കാലഘട്ടം. അതിൽ 5124 കടന്നുപോയി. ഈ കലിയുഗത്തിൽ 25ാമത്തെ വർഷം ഇതാ തീരാറായിരിക്കുന്നു. ഈ മാർച്ച് അവസാനമാകുമ്പോഴേക്കും ഏപ്രിൽ പകുതിക്ക് മുമ്പായിട്ട് 5125ാമത്തെ വർഷം കടന്ന് അടുത്ത വർഷത്തിലേക്ക് പ്രവേശിക്കും. അതായത് വസന്ത ഋതുവിൽ പുതിയ വർഷം ആരംഭിക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ കണക്കുകൂട്ടൽ. അത് ചൈത്രമാസം 1-ാം തീയതിയാണ് ആരംഭിക്കുക. ചൈത്രമാസം 1-ഉം വസന്ത ഋതുവും ഒരുമിച്ചാണ് ആരംഭിക്കുക. ഈ വർഷം അത് രാമനവമിക്ക് 9 ദിവസം മുമ്പ് ഈ വർഷം 5125 അവസാനിച്ചിട്ട് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു കലി. ഇനിയോ ദ്വാപര യുഗമോ? കലിക്ക് മുമ്പ് ദ്വാപരം. ദ്വാപരത്തിലെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 8,64,000 മനുഷ്യവർഷമാണ് ദ്വാപരയുഗം. ഓരോ യുഗത്തിൻ്റെയും ദൈർഘ്യം നമ്മയെല്ലാം അമ്പരപ്പിക്കും. ഋഷിമാർ അവരുടെ തപസ്സമാധിയിലൂടെ കണ്ടറിയുകയും യുക്തിസഹമായിട്ട് വിശകലനം ചെയ്തിട്ട് സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഈ വർഷങ്ങളെല്ലാം. ത്രേതായുഗം ദ്വാപരത്തിന് മുമ്പാണ്. ത്രേതായുഗത്തിലാണ് രാമൻ അവതരിച്ചത്, നമുക്കെല്ലാവർക്കും അറിയാം. അത് 12,96,000 വർഷമാണ്, മനുഷ്യവർഷമാണ് ത്രേതായുഗം. 12,96,000 മനുഷ്യവർഷം. അതിനു മുമ്പ് കൃതയുഗമാണ്. 17,28,000 മനുഷ്യവർഷമാണ് കൃതയുഗം. അങ്ങനെ ഒരു ചതുർയുഗം, ഈ 4 യുഗങ്ങളും കൂടി ചേർന്നതിന് 43,20,000 മനുഷ്യവർഷത്തിൻ്റെ ദൈർഘ്യമുണ്ട് എന്ന് അറിയണം. അങ്ങനെ എപ്പോഴും കൃതം, അത് കഴിഞ്ഞ് ത്രേത, അത് കഴിഞ്ഞ് ദ്വാപരം, അത് കഴിഞ്ഞ് കലി. കലി 4,30,000 തികഞ്ഞു കഴിഞ്ഞാൽ ഉടൻ അടുത്ത കൃതയുഗം ആരംഭിക്കും. വീണ്ടും ഈ കാലചക്രം ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു ചക്രത്തിൻ്റെ പ്രകാരത്തിൽ അത് നിരന്തരമായിട്ട് എങ്ങും നിർത്തില്ലാതെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. പ്രളയത്തിലാണ് അത് ചെന്ന് പൂർണ്ണമായിട്ടും ലയിക്കുക.
അങ്ങനെയുള്ള 71 ചതുർയുഗത്തിന് ഒരു മന്വന്തരം എന്ന് പറയും. അതായത് ഒരു മനുവിൻ്റെ ഭരണകാലം. മനുവിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത് സായിപ്പന്മാരും അതേപോലെ തന്നെ ഭാരതീയതയെ ചീത്ത പറയാൻ തൽപരരായിട്ടുള്ള ആളുകളും പറഞ്ഞു വച്ചിട്ടുള്ള കഥകളാണ്. അതൊന്നുമല്ല മനു. അതൊന്നുമല്ല മനുവിൻ്റെ കഥകൾ. അതൊന്നുമല്ല മന്വന്തരം. നാം ഇതിഹാസ പുരാണങ്ങൾക്കുള്ളിലേക്ക് കൂടുതൽ അടുത്ത് ചെല്ലുമ്പോഴേക്കും നമുക്കത് വ്യക്തമായി തെളിഞ്ഞു കിട്ടും. ഒരു മന്വന്തരം എന്ന് പറയുന്നത് 71 ചതുർയുഗമാണ്. ഒരു ചതുർയുഗത്തിൽ 43,20,000 മനുഷ്യവർഷമുണ്ട്. അങ്ങനെയുള്ള 71 ചേർന്നാൽ ഒരു മന്വന്തരമായി, ഒരു മനുവിൻ്റെ ഭരണകാലമായി. ഈ കൽപ്പത്തിൽ, കൽപ്പമെന്ന് നേരത്തെ ആ വാക്ക് പറഞ്ഞല്ലോ, ബ്രഹ്മാവിൻ്റെ ഒരു പകൽ, അതാണ് കൽപ്പം. ഈ കൽപ്പത്തിൽ 6 മന്വന്തരങ്ങൾ കഴിഞ്ഞു. ഇത് 7ാമത് മന്വന്തരമാണ്. നോക്കണം, എത്ര സൃഷ്ടിയും എത്ര ലയവും ഒക്കെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന്. ഓരോ മന്വന്തരത്തിലും 71 ചതുർയുഗം. അങ്ങനെ 6 മന്വന്തരങ്ങൾ കഴിഞ്ഞു. 7ാമത്തെ മന്വന്തരത്തിൽ 27 ചതുർയുഗങ്ങളും കഴിഞ്ഞു. 28ാമത്തെ ചതുർയുഗത്തിലാണ് നാം നിൽക്കുന്നത്. ആ 28ാമ ചതുർയുഗത്തിൽ കൃതം കഴിഞ്ഞു, ത്രേത കഴിഞ്ഞു, ദ്വാപരം കഴിഞ്ഞു. കൃതത്തിലെയും ത്രേതയിലെയും ദ്വാപരത്തിലെയും കഥകളാണ് ഇതിഹാസ പുരാണങ്ങളിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ മന്വന്തരത്തിലെ കൃത, ത്രേത, ദ്വാപരങ്ങളിലെ കഥകൾ. അത് കഴിഞ്ഞ് കലി തുടങ്ങി. ഈ കലി, ഇത് 28ാമത്തെ ചതുർയുഗത്തിലെ കലിയാണ്. 27 ചതുർയുഗങ്ങൾ കഴിഞ്ഞല്ലോ. 28ാമത്തെ ചതുർയുഗത്തിലെ കൃതവും ത്രേതയും ദ്വാപരവും കഴിഞ്ഞ ഈ കലിയുഗം, അത് 5125ാമത്തെ വർഷം ഇതാ പൂർണ്ണമാകാൻ തുടങ്ങുന്നു. ഇപ്പോൾ ഇത് 7ാമത്തെ മന്വന്തരം പകുതി പോലും ആയിട്ടില്ല. 71 ചതുർയുഗമാണ് ഒരു മന്വന്തരം. അതിലെ 28ാമത്തെ ചതുർയുഗത്തിലെ കലിയിൽ കൂടി നാം സഞ്ചരിക്കുക മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. 14 മന്വന്തരങ്ങളാണ് ഒരു കൽപ്പം എന്ന് പറയുന്നത്. ബ്രഹ്മാവിൻ്റെ ഒരു പകൽ 14 മന്വന്തരങ്ങൾ. ഇനിയും 7 മന്വന്തരങ്ങൾ പിന്നീട് കിടക്കുന്നു. അത്രയും ചേർന്നാൽ ബ്രഹ്മാവിനൊരു പകലായി. ഈ ബ്രഹ്മാവിനൊരു പകൽ. നമ്മുടെ പകലാകെ 12 മണിക്കൂറാണ്. അത് നമ്മുടെ കണക്കനുസരിച്ചുള്ള 12 മണിക്കൂർ. ബ്രഹ്മാവിൻ്റെ ഒരു പകൽ എന്ന് പറയുന്നത് ഈ പറഞ്ഞ 14 മന്വന്തരങ്ങളാണ്. അത്രയും കാലം പിന്നെ രാത്രിയാണ്. ഇത്രയും ചേർന്നാൽ ഈ പകലും ഈ രാത്രിയും 14 മന്വന്തരങ്ങൾ പകൽ, അത്രയും സമയം രാത്രി, ഇത്രയും ചേർന്ന് കഴിഞ്ഞാൽ ബ്രഹ്മാവിനൊരു ദിവസം. അങ്ങനെയുള്ള 360 ബ്രഹ്മ ദിവസം ഒരു ബ്രഹ്മവർഷം. അപ്പോൾ ബ്രഹ്മാവിന് 1 വയസ്സാവും. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ആയുസ് എത്രയോ വലുതാണ് എന്ന് നാം ഓർത്തുകൊള്ളുക. 100 ബ്രഹ്മവർഷം ഒരു ബ്രഹ്മായുസ്. അത് കഴിയുമ്പോൾ ബ്രഹ്മാവിലേക്കും ഓരോ ബ്രഹ്മാണ്ടത്തിനും ഓരോ ബ്രഹ്മാവ് ഉണ്ടെന്നും അറിഞ്ഞുകൊള്ളുക. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട്, അതുകൊണ്ട് അനന്തകോടി ബ്രഹ്മാക്കളുമുണ്ട്. 100 ബ്രഹ്മവർഷം ജീവിച്ചു കഴിഞ്ഞിട്ട്, അതാണ് അവരുടെ ഒരു ആയുസ്, ബ്രഹ്മാവിൻ്റെ ആയുസ്. ആ ബ്രഹ്മാവും ലയിക്കും. പിന്നെ എപ്പോഴാ സൃഷ്ടി എന്നത് നമുക്കൊന്നും സങ്കല്പിക്കാൻ പറ്റില്ല. നമ്മുടെ ബുദ്ധിക്കൊക്കെ എത്തിപ്പെടാൻ കഴിയുന്നതിന് എത്രയോ അപ്പുറത്താണ് ഈ പറഞ്ഞ കാര്യങ്ങൾ പോലും. അങ്ങനെ ഈ പ്രക്രിയ അനവരതം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നയാളാണ് തൻ്റെ അനുഗ്രഹത്താൽ. ഈ നിൽക്കുന്ന വാസുദേവകൃഷ്ണൻ എന്നറിഞ്ഞുകൊള്ളണം. അതാണ് അദ്ദേഹം സത്യമാണ് എന്ന് പറഞ്ഞത്. അദ്ദേഹം എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്നു. ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ ഇത്ര സുദീർഘമായിരിക്കുന്ന ആ ബ്രഹ്മായുസിൻ്റെ കാലഘട്ടം അത്രയും ഇങ്ങനെ പ്രവർത്തിപ്പിച്ചിട്ട് ലയിപ്പിച്ചിട്ട് വീണ്ടും പുനഃസൃഷ്ടിക്കുക, ഇത് ഒരു നിസ്സാര പണിയല്ല. അപ്പോൾ നമ്മൾ ആരെയാണ് ആരാധിക്കേണ്ടത്?
ആർക്കാണ് അഗ്രപൂജ നൽകേണ്ടത്? വാസുദേവകൃഷ്ണനാണ്. അതല്ലാതെ യാതൊരു സംശയവും വേണ്ട എന്ന് ഭീഷ്മൻ വാസുദേവകൃഷ്ണൻ്റെ മഹത്വം കാണിക്കുന്നു. കഠോപനിഷത്ത് നമ്മോട് വിളിച്ചു പറയും, ഏകോ വശി സർവഭൂതാന്തരാത്മാ ഏകം രൂപം ബഹുധാ യക്കരോതി. അദ്ദേഹം ഏകനാണ്. ആ പരമാത്മാവ്, ഈ സത്യം ഏകനാണ്, ഒരാൾ മാത്രമേ ഉള്ളൂ, പലതില്ല. അദ്ദേഹം എല്ലാറ്റിനെയും തൻ്റെ നിയന്ത്രണത്തിന് കീഴിൽ നിർത്തിയിരിക്കുന്നവരാണ്. അതാണ് വശി. എല്ലാത്തിനെയും വശീകരിച്ച് നിർത്തിയിരിക്കുന്നവൻ. എല്ലാം ഉണ്ടാകുന്നത് അവനിൽ, എല്ലാം നിലനിൽക്കുന്നത് അവനിൽ, എല്ലാം ലയിക്കുന്നതും അവനിൽ. അവനെ വിട്ട് ഒന്നുമില്ല. അതാണ് ഏകനാണവൻ, വശിയാണ്, എല്ലാത്തിനെയും തൻ്റെ ചൊൽപ്പടിക്ക് നിർത്തിയിരിക്കുന്നവനാണ്. സർവഭൂതാന്തരാത്മാ, എല്ലാ ഭൂതങ്ങളുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നവനാണവൻ. ഇവിടെ കൺമുന്നിൽ കാണുന്ന ഈ ദേവകീനന്ദനുണ്ടല്ലോ, അവൻ മാത്രമേ ഉള്ളൂ. അവൻ എല്ലാറ്റിനെയും അവൻ്റെ നിയന്ത്രണത്തിന് കീഴിൽ നിർത്തിയിരിക്കുന്നു. ഈ ശിശുപാലൻ പോലും അവൻ്റെ നിയന്ത്രണത്തിലാണ്. അവനെ വിട്ട് ഈ ശിശുപാലന് പോലും നിലനിൽപ്പില്ല. അവൻ്റെ ചൈതന്യത്തിലാണ് ഇവൻ ഇപ്പോൾ ഈ കിടന്ന് ഈ ബഹളമെല്ലാം ഉണ്ടാക്കുന്നത്. ആ ചൈതന്യം അവൻ പിൻവലിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ശിശുപാലൻ ഏറ്റവും വലിയ പൂജ്യമായിരിക്കും. അവൻ എല്ലാറ്റിൻ്റെയും ഉള്ളിലും പുറമേയും നിറഞ്ഞു നിൽക്കുന്നു. സർവഭൂതാന്തരാത്മാ, എല്ലാ ഭൂതങ്ങളുടെയും അന്തരാത്മാവാണവൻ. അവൻ എന്തു ചെയ്യുന്നു? തൻ്റെ ഏകമായിരിക്കുന്ന രൂപത്തെ പലതായി കാണിക്കുന്നു. ഏകം രൂപം ബഹുധായ കരോതി. തൻ്റെ ഏകമായിരിക്കുന്ന രൂപത്തെ, പലതില്ലാത്തതായ രൂപത്തെ, നിർഗുണ നിരാകാരത്തെ ഇങ്ങനെ സഗുണസാകാരമായി മനുഷ്യരായി, മൃഗങ്ങളായി, പക്ഷിവൃക്ഷാദികളായി, ജീവനില്ലാത്ത ജഡപദാർത്ഥങ്ങളായി ഇങ്ങനെ കാണിക്കുന്നു, പലതായി കാണിക്കുന്നു. ഒരു നടൻ പല വേഷങ്ങൾ ധരിക്കുന്നത് പോലെ. ഒരു നടൻ ഒരു സമയം ഒരു വേഷമേ ധരിക്കാൻ പറ്റൂ. ഈ വാസുദേവൻ അങ്ങനെയല്ല, ഒരേ സമയം അനന്തകോടി വേഷങ്ങൾ ധരിച്ചാണ് ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. എന്തിന്? ഈ ബ്രഹ്മാവ് പോലും അവൻ്റെ ഒരു വേഷമാണ്. ഈ ഇന്ദ്രാദികളും അവൻ്റെ ഓരോരോ വേഷങ്ങളാണ്. ഈ 33 കോടി ദേവന്മാരും അവൻ്റെ ഓരോരോ വേഷങ്ങളാണ്. എല്ലാ മനുഷ്യരും അവൻ്റെ ഓരോരോ വേഷവിധാനമാണ്. ഇങ്ങനെ ഏകമായിരിക്കുന്ന തൻ്റെ രൂപത്തെ ഇങ്ങനെ പലതായി കാണിക്കുന്നു, തൻ്റെ തന്നെ പരിധിയില്ലാത്തതായ മായാപ്രവാഹത്താൽ. ഇനി അറിവുള്ള ആളുകൾ എന്തു വേണം? തം ആത്മസ്ഥം യേ അനുപശ്യന്തി ധീര. ധീരന്മാരായിട്ടുള്ള ആളുകൾ ഈ സ്ഥൂല പ്രപഞ്ചത്തിൽ കുടുങ്ങിക്കിടക്കാതെ, മനസ്സ് അതിൽ ഭ്രമിച്ച് കിടക്കാതെ, ഇതിൻ്റെ ഉള്ളിലുള്ളതായ സത്ത എന്ത് എന്ന് അന്വേഷിച്ച് കടന്നു ചെല്ലാൻ മനസ്സാന്നിധ്യമുള്ളവനാണ് ധീരൻ. അല്ലാതുള്ളവരൊന്നും ധീരന്മാരല്ല. അങ്ങനെയുള്ള ധീരന്മാർ ഉള്ളിലേക്ക് കടന്നു ചെന്നിട്ട് ഇതിൻ്റെ പരമകാരണത്തെ അനുഭവിച്ചറിയുന്നു. അപ്പോഴേക്കും അവർക്ക് വ്യക്തമായി തീരും ഈ ഏകമായിരിക്കുന്ന പരമസത്യം. വാസുദേവകൃഷ്ണനെന്നോ സത്യമെന്നോ രാമനെന്നോ ശിവനെന്നോ ഭദ്രകാളിയെന്നോ ഏതു പേരിൽ വേണമെങ്കിലും പറയാം. ആ പരമമായിരിക്കുന്ന ആ സത്യം, അതാണ് എൻ്റെ ആത്മാവ് എന്ന് ധീരന്മാർ അനുഭവിച്ചറിയും. തം ആത്മസ്ഥം യേ അനുപശ്യന്തി ധീരാഹ. അവൻ തൻ്റെ ആത്മാവായിട്ട് തൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്നു എന്ന് ആരാണോ വ്യക്തമായി അറിയുന്നത്, അവരാണ് ധീരന്മാർ. അവർക്ക് ഉണ്ടാകുന്ന ലാഭം എന്തെന്നറിയോ? തേഷാം സുഖം ശാശ്വതം നേതരേഷാം. അവർക്ക്, അങ്ങനെയുള്ള ആളുകൾക്ക് ശാശ്വതമായ സുഖമുണ്ടാകുന്നു, ഒരിക്കലും നശിക്കാത്തതായ ആനന്ദപ്രാപ്തി ഉണ്ടാകുന്നു. അതല്ലാതെ മറ്റുള്ളവർക്ക് ഇല്ല എന്നും അറിഞ്ഞുകൊള്ളണം. ആത്മാവാണ് ആനന്ദസ്വരൂപം. നാം എല്ലാം ആനന്ദം ആഗ്രഹിക്കുന്നു. ആ ആനന്ദത്തെ ഭൗതിക പദാർത്ഥങ്ങളിൽ നിന്ന് നേടിയെടുക്കാമെന്ന് കരുതി അതിൻ്റെ എല്ലാം പുറകെ പാഞ്ഞു നടക്കുന്നു. പക്ഷേ ഏറെക്കാലം ഓടി നടന്ന് തളർന്നു വീഴുമ്പോഴാണ് ഇതെല്ലാം ഭ്രമമായിരുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയുക. അതുവരെ ഇതെല്ലാം സത്യമാണ് എന്നുള്ള തെറ്റിദ്ധാരണയിലാണ്. പക്ഷേ അപ്പോഴേക്കും പിന്നെ സത്യത്തെ അറിയാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് സമയമേ അവശേഷിച്ചിട്ടുണ്ടായിരിക്കുള്ളൂ പലപ്പോഴും. പക്ഷേ എന്നാലും ആ ഒരു തിരിച്ചറിവുണ്ടായാൽ ഈ കാണായതും
അതേപോലെ ഈ അനുഭവിച്ചതും ഒന്നുമല്ല സത്യം, സത്യം ഇതിനപ്പുറം ഉള്ളിലിരിക്കുന്നു എന്ന തിരിച്ചറിവുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ലഭിക്കുന്നതായ ആ സമയം കൊണ്ട് തീക്ഷ്ണമായ സാധന ചെയ്ത് ഉള്ളിലേക്ക് എന്ന സത്യത്തെ കണ്ടുപിടിക്കാം. ഈ ജന്മത്തിലല്ലെങ്കിൽ ഈ ജന്മത്തിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന ജന്മങ്ങളിൽ അങ്ങോട്ട് തന്നെ പ്രവഹിച്ചിട്ട് ആ സത്യത്തെ കണ്ടുപിടിക്കാം. അപ്പോൾ ശാശ്വതമായ ആനന്ദം, തൻ്റെ തന്നെ സ്വരൂപമായിരിക്കുന്ന ആനന്ദം ലഭിക്കുന്നു. ആനന്ദം വെളിയിലല്ല, താൻ തന്നെ ആയിരിക്കുന്ന ആത്മാവാണ് ആനന്ദസ്വരൂപം. സത്തും ചിത്തും ആനന്ദവും അതാണ് എന്നറിയുന്നു. അതാണ് അങ്ങനെയുള്ള ആളുകൾക്കാണ് ശാശ്വതമായിരിക്കുന്ന സുഖമുണ്ടാകുന്നത്. നായിതരേഷാം, അതല്ലാതെ വെളിയിൽ പാഞ്ഞു നടക്കുന്നവർക്കല്ല. അത് ലോകചരിത്രം മുഴുവൻ നമ്മോട് വിളിച്ചു പറയുന്നു. വെളിയിൽ സാമ്രാജ്യം വെട്ടിപ്പിടിക്കാൻ പല പ്രകാരത്തിൽ നടന്ന ആളുകളെല്ലാം വഴിക്ക് കുഴഞ്ഞു വീഴുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആർക്കും സാമ്രാജ്യം ആഗ്രഹിച്ച പ്രകാരത്തിൽ വെട്ടിപ്പിടിക്കാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല, അവരുടെ കൺമുന്നിൽ വെച്ച് തന്നെ ആ സാമ്രാജ്യമെല്ലാം തകർന്ന് വീഴുന്നത് കണ്ട് ദുഃഖിച്ച് കരഞ്ഞ് ലോകത്തോട് വിട പറയാനേ അവർക്കൊക്കെ പറ്റിയിട്ടുമുള്ളൂ. ഇത് എന്നും കാണുന്ന ഒരു പരമയാഥാർത്ഥ്യമാണ്. എങ്കിലും മനുഷ്യൻ അതിൻ്റെ പൊരുളെന്ത് എന്ന് അറിയാൻ ശ്രമിക്കാറില്ല. പക്ഷേ ആരാണോ ധീരന്മാരായിട്ടുള്ളവർ അവർ ഈ ലോകത്തിൻ്റെ നശ്വരതയെ തിരിച്ചറിഞ്ഞിട്ട് ആ അനശ്വരമായിരിക്കുന്ന ആ സത്യത്തെ, വാസുദേവകൃഷ്ണനെ അറിയാനായിട്ട് ശ്രമിക്കും. ആ വാസുദേവകൃഷ്ണൻ ഈ ലോകത്തിൻ്റെ പിതാമഹനാണ്, പ്രപിതാമഹനാണ് എന്നറിഞ്ഞുകൊള്ളണം. അവനാണ് അവ്യക്തോ വ്യക്തലിംഗസ്ഥോ യേശ ഭഗവാൻ പ്രഭു. അവൻ അവ്യക്തനാണ്. ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയില്ല, ഈ കാതുകൊണ്ട് കേൾക്കാൻ കഴിയില്ല, ഈ മൂക്ക് കൊണ്ട് മണക്കാൻ കഴിയില്ല, ഈ നാക്ക് കൊണ്ട് രുചിക്കാൻ കഴിയില്ല, ഈ തൊക്ക് കൊണ്ട് തൊട്ടറിയാൻ കഴിയില്ല. അതുകൊണ്ട് അവ്യക്തമാണ്. പക്ഷേ അങ്ങനെയുള്ള ആ അവ്യക്തമായിരിക്കുന്ന ആ നിർഗുണ നിരാകാര ബ്രഹ്മം, അത് യോഗികൾക്ക് പരമമായ സാധനയുടെ ബലത്താൽ സച്ചിദാനന്ദമായിട്ട് വ്യക്തമായിത്തീരുന്നു. അവിടെ വരെ എത്തിയിട്ടില്ലാത്ത നമ്മെപ്പോലുള്ള ആളുകൾക്ക്, അതായത് ആ യുധിഷ്ഠിരൻ്റെ ആ രാജസൂയ യജ്ഞവേദിയിൽ എത്തിയിട്ട് അതിൽ പങ്കുകൊള്ളാൻ ഇരിക്കുന്ന ആ രാജാക്കന്മാർക്ക്, അവരോടാണല്ലോ ഭീഷ്മൻ സംസാരിക്കുന്നത്. അവർക്ക് സത്യം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഭീഷ്മൻ ഈ പ്രകാരത്തിൽ വിശദീകരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് അവ്യക്തമാണെങ്കിലും അദ്ദേഹത്തെ നേരിട്ട് വ്യക്തമായി കാണാം. അതാണ് ഈ കാണായ രൂപം.